നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. കന്നി രാശിയിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദക്കാരും മൊത്തം ചിത്തിര 1, 2 പാദക്കാരും നിങ്ങൾക്ക് വ്യാഴം 11, 12 ഭാവത്തിലും ശനി 7, 8 ഭാവത്തിലും രാഹു 6, 5 ഭാവത്തിലും ഗോചരം ചെയ്യുന്നൊരു കാലമാണ് ഈ വരുന്ന ചിങ്ങമാസം തൊട്ട് അടുത്ത ഒരു 12 മാസക്കാലം. സ്ഥാനമാനങ്ങളും തൊഴിൽ സ്ഥാനക്കയറ്റവും ഇഷ്ടകാര്യസാധ്യവും ഉദ്ദിഷ്ടകാര്യസാധ്യവും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. എങ്കിലും നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതികൂലമായ വിധികളൊക്കെ വന്നു ചേരാം. പങ്കാളിയുമായിട്ട് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ ഭിന്നതകളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അത് പിൻവലിച്ച് രമ്യതയിൽ വർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. ഊഹാപോഹ കച്ചവടത്തിൽ നഷ്ടസാധ്യതകളൊക്കെ വന്നുവിടാം. ഭൂമി വാങ്ങലുകളും കൊടുക്കലുകളും ഒക്കെ ചെറിയ നഷ്ടത്തിന് സാധ്യതകളുണ്ട്. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നൊരു വർഷമാണ് ഈ 1202 ചിങ്ങമാസം മുതൽ. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയും അതിൽ നിന്ന് നേട്ടങ്ങളും വർഷമധ്യത്തോടുകൂടി വന്നു ചേരുന്നതാണ്. ഗൃഹം പുതുക്കി പണിയാനും വസ്ത്രാഭരണ ലാഭം പ്രതീക്ഷിക്കാം. പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനായിട്ട് യോഗം കാണുന്നു. പങ്കാളിയുടേതായിട്ടുള്ള പൈതൃക സ്വത്തുക്കളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ്. എല്ലാ തരത്തിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ചുറ്റുപാടും വന്നു ചേരുന്നത്. ശത്രുദോഷം കുറയുന്നതിനും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് കൂടുതൽ സമയവും നിങ്ങൾ പ്രാർത്ഥനകളും ഈശ്വരാധീനവും ഒക്കെ നടത്തുന്ന നന്നായിരിക്കും. വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മി പൂജയും പൗർണമി പൂജയും നടത്തുന്നതും, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അത് നടത്തുന്നതും, ശനിയാഴ്ച ദിവസം മഹാദേവന് കൂവളമാല അർച്ചന നടത്തുന്നതും, 1008 നമശിവായ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജപിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കൂടുതൽ ദോഷഫലങ്ങൾ കുറയുന്നതിന് കന്നിരാശിക്കാർക്ക് ഉത്തമമാണ്.